ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ജാനകിയിലേക്ക്. ജാനകി ദൈവത്തിന്റെ നാമമാണ്. ജാനകി നമ്മുടെ അമ്മയാണ്. ജാനകി എന്ന നാമം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഈ ആദർശങ്ങൾ ഉയർത്തി മതസംഘടന ഇന്ന് സിറ്റിയിൽ നടത്തിയ മാർച്ച് വൻ ജനശ്രദ്ധയിലേക്ക്. നമുക്ക് മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹലോ, തുറന്നേ. തുറക്ക്. ഹലോ, വരുന്നു. നീ ജാനകിയല്ലേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീയാണോ ജാനകി? അതെ, ഞാനാണ് ജാനകി. നിങ്ങൾ പകല് സമയത്ത് എന്നോട് പ്രാർത്ഥിക്കുന്നു, രാത്രിയിൽ എന്നെ ഭോഗിക്കുന്നു. എന്നെ ഇനി നിനക്ക് ആവശ്യമില്ലേ? നീ പോയിക്കോ. പറഞ്ഞോ വിനയ. ചേച്ചി ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ റെഡിയാവുക. ചേച്ചിക്ക് സ്ഥലം അറിയാലോ, ഹോട്ടൽ പറുദീസ. വലിയ ക്ലയന്റ്. ചേച്ചി 9 മണിക്ക് തന്നെ എത്ത്, ഞാൻ വെയിറ്റിംഗിലാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് എത്തിക്കോളാം. ശരി ചേച്ചി. സ്വാമിജി ഇറങ്ങിയട്ടെ. അയ്യോ, സ്വാമിയും ചാണകത്തിൽ ചവിട്ടിയല്ലേ? നീ പോയി വണ്ടി പാർക്ക് ചെയ്യ്. ശരി സ്വാമിജി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നിരിക്കേ. അടുത്തു വാ, ഇരിക്കേ.
എന്റെ കണ്ണുകൾ നിരവധി സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ. പക്ഷേ നീ 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 നീയൊരു ദേവതയെ പോലെയാണ്. ദുർഗ, ലക്ഷ്മി, പാർവതി എല്ലാം ഒന്നിൽ ലയിച്ചിരിക്കുന്നത് പോലെയാണ് നീ. എന്താ സ്വാമി ഇത്? സ്വാമിക്ക് അത്രയ്ക്ക് തിടുക്കായോ? അതെ, നിന്നെ വാരി പുണരാൻ എന്റെ കൈകൾക്ക് തിടുക്കമായി. എന്താ എന്താ ദേവിയുടെ പേര്? ജാനകി. എന്താ എന്താ നീ പറഞ്ഞത്? ജാനകി എന്നാ എന്റെ പേര്. ജാനകിയോ? അതെ, ജാനകി. എന്താ, എന്റെ പേര് സ്വാമിക്ക് ഇഷ്ടായില്ലേ? ജാനകി, അത് നമ്മുടെ ദേവിയുടെ പേര്. അത് വഹിക്കാൻ നിന്നെ പോലൊരു സ്ത്രീക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനൊരു ദേവത പോലെയാണെന്നാണല്ലോ സ്വാമി കുറച്ചു മുന്നേ പറഞ്ഞത്. ഇപ്പൊ പറയുന്നു ഞാൻ അയോഗ്യയാണെന്ന്. രണ്ടും സ്വാമി തന്നെ പറയുന്നു. നിർത്ത! നീ ഒരു വേശ്യയാണ് ജാനകി. അത് പരിശുദ്ധിയുടെയും ദൈവത്തിന്റെയും പേരാണ്. എല്ലാ ദിവസവും ഞാൻ ആരാധിക്കുന്ന പേര്. എന്റെ ദൈവം. നീ ഈ പേര് മാറ്റണം. സ്വാമി, ജാനകി എന്നത് എന്റെ ഐഡന്റിറ്റി. അത് ഞാൻ മാറ്റാനോ? അതും ഇന്ന് കണ്ട നിങ്ങൾക്ക് വേണ്ടി. നിനക്കൊക്കെ എന്ത് ഐഡന്റിറ്റി? നിന്നെയൊക്കെ ഏത് പേരിലും വിളിക്കാം. സ്വാമി, ജാനകി എന്ന എന്റെ ഈ ശരീരം, അത് ഇന്ന് ഒരു രാത്രിക്ക് വേണ്ടി നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയതാ. പക്ഷെ എന്റെ മനസ്സ്, എന്റെ പേര്, എന്റെ ഐഡന്റിറ്റി ഞാൻ ഒരിടത്തും ആർക്കും വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല. സ്വാമി, എന്റെ പേര് ജാനകി. അത് തല ഉയർത്തിപ്പിടിച്ച് എവിടെയും ഞാൻ പറയും. ഇല്ല, ഇല്ല. ആ പേര് നിന്നിൽ നിന്ന് മാറ്റുന്നതുവരെ ഞാൻ വിശ്രമിക്കില്ല. ജാനകി എന്ന പേര് കളങ്കപ്പെടുത്താൻ ഈ ഗിരിധരൻ നിന്നെ അനുവദിക്കില്ല. അപ്പോ സ്വാമി എന്നെ ഭയപ്പെടുന്നു. സ്വാമി ആരാധിക്കുന്ന ദേവത എന്റെ ശരീരത്തിൽ വസിക്കുമെന്ന് സ്വാമി ഭയപ്പെടുന്നു. ജാനകി, ജാനകി, ജാനകി എന്റെ പേരാണ്.
എന്റെ ഐഡന്റിറ്റി. വാ മോളെ വാ, എന്തെങ്കിലുമൊക്കെ എടുക്കും മോളെ. ഏയ് ഛ, ഇതൊന്നും അങ്ങനെ പറഞ്ഞ അങ്ങനെ. ദാ ഈ ആപ്പിൾ ഇട്, പിടി. ദാ, നോക്കടാ. ആ. ആളെ മനസ്സിലായ? ഇല്ല. ജാനകി, നമ്മളെ ദൈവത്തിന്റെ പേരാ. പുറത്തിറങ്ങി നടക്കാണല്ലോ ഇവള്. സമ്മതിച്ചു കൊടുക്കണ അവളെ. ഇവളൊരു തെറ്റും ചെയ്തില്ലെന്ന അവളുടെ ഭാവം. കാണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയല്ലേ. എവളെയൊക്കെ സമ്മതിക്കണം. അവൾ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, ഭർത്താവൊന്നുമില്ല. കടിഞ്ഞാനിടാൻ ആരുമില്ല, പിന്നെ ആരെ പേടിക്കാൻ? നമ്മുടെ പുണ്യനഗരങ്ങളിലെ അഴുക്കൊണ്ടുവരുന്ന സ്ത്രീയാണെന്നേ ഇവള്. ജാനകി എന്ന് വെച്ചാ ദൈവത്തിന്റെ പേരാ. ശരി കേട്ടോ, പോട്ടെ. അമ്മേ അമ്മേ ടി വിയിൽ കണ്ട ആ മോളെ? ചേച്ചി. ആ, വാ ഇങ്ങോട്ട് വന്നേ, അവരെ ഒന്നും നോക്കണ്ട. എന്തിനാ ദൈവം എന്നെ എല്ലാരും ഇങ്ങനെ? എന്താ വിനയ? അല്ല, ഞാൻ ചേച്ചിയെ മാർക്കറ്റ് വെച്ച് കണ്ടിരുന്നു. അത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, ചേച്ചി ഈ പത്രം ഒന്ന് വായിച്ചു നോക്കിയേ. ദേ ഇവിടെ. അതിനിപ്പോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ചേച്ചി പറയുന്നതൊക്കെ ശരി തന്നെയാ. എന്നാലും ചേച്ചി കുറച്ചാൽ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം സാമ്യപ്പിച്ച പണിയാ. ചേച്ചി ആ TV ഒന്ന് വെച്ച് നോക്കിയേ, മൊത്തം ചേച്ചിയുടെ ന്യൂസാ. വിനയം പൊക്കോ, ഞാൻ എങ്ങോട്ടും മാറുന്നില്ല. എന്നാ ശരി. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചി, ഞാൻ ഒന്ന് പറയട്ടെ ചേച്ചി. ഞാൻ മാറിപ്പോണം പോലും മാറിപ്പോണം. ഇത് എന്റെ നാടാ. ഞാൻ എന്തിനു പോണം? ഞാൻ എവിടെയും പോവില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭീഷണിയിലേക്ക്. ഒരു വേശ്യയായ സ്ത്രീ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് ശരിയാണോ? ബഹുമാനപ്പെട്ട സമുദായ നേതാവും മന്ത്രിയുമായ ശ്രീ നാരായണന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾ നമ്മുടെ സംസ്കാരം സംരക്ഷിക്കണം. ശരീരം വിൽക്കുന്ന സ്ത്രീകൾ നമ്മുടെ ദേവതകളുടെ പേരുകൾ ഇത്തരത്തിൽ കളങ്കപ്പെടുത്താൻ പാടില്ല. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് പാപമാണ്. അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന അവഹേളനമാണ്. ആ പേര് അവളിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ വേണം. ഇത്തരം സ്ത്രീകൾ നമ്മുടെ ദൈവത്തിന്റെ പേരുകളല്ല. അവരെന്ത് ജോലി ചെയ്യുന്നോ അതിനനുയോജ്യമായ പേരിടണം.
എന്റെ പേര് മാറ്റിയോ എന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കോ? മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. 4 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മന്ത്രി നാരായണൻ വിവാദമായ പേര് പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ ജാനകി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ പേര് എ ജാനകി എന്നോ ബി ജാനകി എന്നോ ആക്കിക്കോട്ടെ. പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഇനി മുതൽ ഒരു ദേവതകളെയും പരിഹസിക്കാൻ പാടില്ല. ദൈവത്തെ അപമാനിക്കുന്നത് കണ്ടുകൊണ്ട് ഈ സർക്കാർ വെറുതെ ഇരിക്കില്ല. ആയിരക്കണക്കിന് ദൈവങ്ങളാണ് നമ്മുടെ ഈ ഹിന്ദുമതത്തിലുള്ളത്. അങ്ങനെ ഒരു പേരും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ലോജിക്കാണുള്ളത്? ജാനകി എന്ന പേര് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അവർക്ക് ആ പേര് മാറ്റിയാ പോരെ. ഞാനിവിടെ കാലത്ത് വരും, വിക്ക ഇവിടെ വന്നിരിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. എനിക്കെന്ത് ജാനകി? ദൈവങ്ങളുടെ പേരിട്ട് നമുക്ക് ആ പേര് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജാനകി നമ്മുടെ നാട്ടിലുമുണ്ട്, അവിടെ പ്രശ്നമില്ല, പിന്നെ ഇവിടെ എന്താ പ്രശ്നം? വിശ്വാസിയുടെ വഴിയിൽ ചിന്തിക്കുമ്പോൾ ജാനകി എന്ന പേര് പവിത്രമാണ്. എന്തായാലും ഗവൺമെന്റിന്റെ പ്രതിനിധി ജാനകിയെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് സംസാരിച്ചൊരു തീരുമാനം എടുക്കട്ടെ. ജാനകിയോ? ജാനകി ആരാട്ടാ? വല്ല ഗെയിമറും ആണോ? ഞങ്ങൾക്ക് ഗെയിം മാത്രമേ ഇഷ്ടമുള്ളൂ. യോ, ജാനകി, ജാനകി എന്നുള്ള നിങ്ങളുടെ പേര് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരുടെ കംപ്ലൈന്റ്. പൊതുജനങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഈ പേര് മാറ്റാൻ തയ്യാറാണോ എന്നവർ ചോദിക്കുന്നു. ജാനകി, പൊതുജനങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പേര് മാറ്റാൻ തയ്യാറാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്റെ പേര് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരത് തിരുത്തട്ടെ. അവരുടെ ദൈവങ്ങളുടെ പേര് അവര് മാറ്റി എഴുതട്ടെ. എന്നാൽ അവരുടെ ആശ്വാസത്തിന് ഞാൻ എന്നെ തന്നെ മാറ്റില്ല. ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങളൊക്കെ വർദ്ധിച്ചേക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. നിങ്ങളുടെ ഈ പേര്, അതാണ് ഇപ്പൊ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. മോശമായ തലക്കെട്ടുകളെയും തമ്പ് ലൈനുകളെയും ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഈ ശബ്ദം കൂടുതൽ സ്ഥിരതയുള്ളതാണ്, ഉച്ചത്തിലുള്ളതാണ്. ആ, നിങ്ങൾ അതിനെ അപമാനിക്കുന്നു എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. എന്തായാലും എന്റെ ഈ പേര് എന്റെ അഭിമാനമാണ്. ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആ പേര് ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആ പേരിനെ ബഹുമാനിക്കുന്നു. ജാനകിക്കറിയാവൂ, ഓരോ പേരിന് പിന്നിലും ഓരോ കഥകളുണ്ടെന്ന് ഈ ആളുകളൊക്കെ മറക്കുന്നു. ജാനകി ഒരു അനാഥയാണെന്ന് ഞാൻ പറയട്ടെ. ജാനകിയുടെ ചരിത്രം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപൊരു ദിവസം ദൂരെ ഒരു മലയോര ഗ്രാമത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ആ ഗ്രാമാകെ മണ്ണിനടിയിലായി. പിന്നീട് സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 28 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ അന്നവർ പുറത്തെടുത്തു. അപ്പോഴാ കുട്ടി കരയുന്നുണ്ടായിരുന്നു. ഭൂമി അവളെ തിരികെ നൽകിയതുപോലെ. അതൊരത്ഭുതമായിരുന്നു. ദുരന്തമുഖത്തു നിന്നും വേറൊരാളെ പോലും ജീവനോട് ആ ഗ്രാമത്തിന് കിട്ടിയില്ല.
ആ അത്ഭുത ശിശുവിനെ അന്ന് സർക്കാർ ദത്തെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മകളായി. ഭൂമിയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അവരാ കുട്ടിക്ക് ജനകന്റെ മകൾ എന്നർത്ഥം വരുന്ന ജാനകി എന്ന പേരിട്ടു. ആ കുഞ്ഞ് ജാനകി തന്നെയല്ലേ എന്റെ മുന്നിൽ ഇപ്പോ നിൽക്കുന്ന ഈ ജാനകി? അവള് 18 വയസ്സിൽ തന്നെ വിവാഹിതയായി. ഭർത്താവിനൊപ്പം ഹണിമൂണിനായി വടക്കേ ഇന്ത്യയിൽ എവിടേക്കോ പോയി. പക്ഷേ വിധി അവളെ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഭർത്താവുമൊത്തുള്ള ഹണിമൂൺ യാത്രയിൽ വടക്കേ ഇന്ത്യയിൽ എവിടെയോ വെച്ച് ജാനകി എന്ന 18കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നു. പത്രമാധ്യമങ്ങൾ അതിനെ ഹണിമൂൺ ഹൊറർ എന്നൊക്കെ വിളിച്ചു. തലക്കെട്ടുകൾ എങ്ങനെയാണെന്ന് ഇപ്പൊ ജാനകിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ജാനകിക്കായി നിലവിളിച്ചവർ ഇപ്പൊ അതൊക്കെ മറക്കുന്നു. എല്ലാരും എല്ലാം മറന്നു. പക്ഷെ ജാനകി അത് മറന്നു. തന്നെ റേപ്പ് ചെയ്ത പുരുഷന്മാരിൽ ഒരാളെ അവൾ കൊന്നു. തന്നെ റേപ്പ് ചെയ്ത ഒരാളെ കൊലപ്പെടുത്തിയതിന് 8 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ജാനകിയുടെ കഥ ഇന്ന് പുറകോട്ട് സഞ്ചരിച്ച ആർക്കും കിട്ടുന്നൊരു ചരിത്രം. ഇനിയിപ്പോൾ എന്തു വേണമെന്ന് ജാനകി എന്നെ തീരുമാനിക്കും. ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്ന ജാനകിയെ തന്റേതല്ലാത്ത കാരണത്താൽ കളങ്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ നാട്ടുകാരുടെ വാക്കുകളെ ഭയന്നുപേക്ഷിച്ച ഭർത്താവും സർക്കാരും എല്ലാം നഷ്ടപ്പെട്ട ജാനകി അന്നും തോൽക്കാൻ തയ്യാറായിരുന്നില്ല. വില കൂടിയ എന്റെ ഈ ശരീരത്തിന് ആവശ്യക്കാരുണ്ടായിരുന്നു. ഞാൻ അതങ്ങ് വിറ്റു. ഞാനത് ഒരിക്കലും ആഗ്രഹിച്ചുകൊണ്ടല്ല. നിശബ്ദതയ്ക്ക് പകരം അതിജീവനം തെരഞ്ഞെടുത്തതുകൊണ്ടാ. ഈ ശരീരമേ ജാനകി വിറ്റിട്ടുള്ളൂ. അന്നും ഇന്നും ജാനകി ജാനകി തന്നെയാ. നിങ്ങളുടെ ഒന്ന് സഹതാപമല്ല ജാനകി. നിങ്ങളുടെ ഒന്ന് നാണക്കേടുമല്ല ജാനകി. എല്ലാരും കരുതുന്നത് സ്ത്രീ നാണക്കേട് ചുമക്കുന്നു എന്നതാണ്. പക്ഷെ അതിന് കാരണക്കാരായ പുരുഷന്മാരുടെ കാര്യവും. ജാനകി പറയൂ, ഈ റിപ്പോർട്ട് ഇപ്പൊ ഞാൻ എങ്ങനെ എഴുതണ്ടേ? ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാണത്താൽ സ്വയം മാച്ചുകളഞ്ഞ ഓരോ സ്ത്രീക്കും വേണ്ടിയാ. താങ്കളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ജാനകിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ദുരൂഹ സാഹചര്യത്തിൽ ജാനകിയെ കാണുവാനില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജാനകിക്ക് എന്ത് സംഭവിച്ചു? ജാനകി മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണോ, അതോ ജാനകി കൊല്ലപ്പെട്ടോ? ജാനകി എന്ന പേരാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം? നമ്മുടെ സദാചാര മൂല്യങ്ങൾ എങ്ങോട്ടാണ്? വിശദമായി ചർച്ച ചെയ്യാം ഒരു ഇടവേളയ്ക്ക് ശേഷം.